भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। എടാ ശ്യാമദ്രോഹികളെ, വെറും ബീഫ് മാത്രമാടാ കൊടുക്കണത്. പൊറോട്ട കൂടെ കൊറാ. പൊറോട്ട കൊടുക്കാതെ എന്ത് ബീഫിടാ? ചേട്ടാ 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ. എങ്ങനെ ഇരിക്കുന്നു? സത്യം പറഞ്ഞാൽ 1 കിലോ ബീഫ് വാങ്ങിച്ച ഞങ്ങൾക്ക് പോലും തികയില്ല. അപ്പോഴാണ് വേറൊരാളെ വായിലോട്ട് കുത്തി കയറ്റി കൊടുക്കുന്നത്. அதனால உங்க ஊர்க்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും. അപ്പം അതിങ്ങനെ തുറന്നിട്ട് അതിനൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ. ഇനി കുറച്ച് സത്യങ്ങൾ പറയട്ടെ. ഇന്ത്യയിൽ 6.9 മില്യൺ കുട്ടികൾ പട്ടിണി കിടക്കുകയാണ്. പട്ടിണി. അതിൽ മരണപ്പെടുന്നത് വേറെ. ഡൽഹിയിൽ മാത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതെ പോയത് 1000-നടുത്ത ആൾക്കാർ. അതിൽ 500-ന് മുകളിൽ സ്ത്രീകൾ. എന്തിന്? നമ്മളെ ഇന്ത്യൻ റോഡുകളിലെ കുഴികളിൽ വീണ് മരിക്കുന്നവരുടെ എണ്ണം വേറെ. മൃഗങ്ങളുടെ പേരിൽ മനുഷ്യരെ കൊല്ലണ്, കെട്ടിയിട്ട് കൊല്ലണ്, അടിച്ചു കൊല്ലണ്, ഭക്ഷണം മോട്ടിച്ചതിന് കൊല്ലണ്, സ്കൂളുകൾ കോളേജ് അടച്ചുപൂട്ടണ്, പിള്ളേർക്ക് കൊടുക്കുന്ന സ്കൂളിലെ പാലില് വെള്ളം ചേർത്ത് കൊടുക്കണ്. ഇതൊക്കെ റിയൽ സ്റ്റോറികളാണ്. ഇതൊന്നും സ്റ്റോറി ആക്കാൻ വയ്യ. ഇന്ത്യയിൽ സമാധാനത്തോടെ ഐക്യത്തോടെ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സ്റ്റോറി പടത്ത് വിടുന്ന ഡയറക്ടേഴ്സിനും മേക്കേഴ്സിനും നന്നായി വരും.